എൻ്റെ വീട്ടിലെ എൻ്റെ കൃഷിത്തോട്ടത്തിലെ മനോഹരമായ കാഴ്ചകളാണിതെല്ലാം. ഇതെന്ന് പറയുന്നത് എൻ്റെ ചെണ്ടുമല്ലി കൃഷി. ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് വേണ്ടി ചെയ്തതാണ്. ഇത്ര മനോഹരമായിരിക്കുന്നത് കണ്ട. പിന്നെ ഇത് നമ്മുടെ കുതിര നൈനയാണ്. കുതിരയാണ് നമ്മുടെ വീട്ടിൽ. കൃഷി എന്ന് പറഞ്ഞാൽ പയറൊക്കെ വലിയ ഇപ്രാവശ്യം അധികം വിളവ് തന്നില്ല. കാലാവസ്ഥയുടെ ഇതുകൊണ്ടാണ്. ഇത് ചെണ്ടുമല്ലി മറ്റൊരു ഭാഗം. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് സെക്ഷൻ. ഇത് പച്ചച്ചിങ്ങൻ്റെ ഒരു കൊല. വാഴത്തോട്ടമാണ്. ഇതിവിടെ മുഴുവൻ മഞ്ഞളാണ്. ഇവിടെ ഒരു ചുമന്ന വാഴയുണ്ട്. ഉണ്ടോ? കാണാവോ? ഒരു കൊല. പിന്നെ ഇഞ്ചി കൃഷിയുണ്ട്. പുറകു മുഴുവൻ വാഴയും ഫ്രൂട്ട്സുമാണ്. എല്ലാത്തരം ഫ്രൂട്ട്സ് ഉണ്ട്. റംബുട്ടാനുണ്ട്, മാംഗോസ്റ്റിനുണ്ട്, ആപ്പിളുണ്ട്. പിന്നെ ഇതെൻ്റെ ഓർക്കിഡ് തോട്ടം. 10,000 ഓർക്കിഡുണ്ട് ഇവിടെ. ഇത് എൻ്റെ വെണ്ട കൃഷി, അത്യുൽപാദന ശേഷിയുള്ള വെണ്ട കൃഷി. കൃഷിഭവൻ്റെ അണ്ടറിൽ കേരള സർക്കാർ കർഷക ക്ഷേമ വകുപ്പ് ലീഡ്സ് ഇന്നൊവേഷൻ ആക്ടിവിറ്റി പ്രകാരമുള്ള കൃഷിയാണ് ഇനി ഞാൻ ചെയ്യുന്നത്. പിന്നെ മുകളിൽ തക്കാളി വളർന്ന് കിടക്കുന്നുണ്ടോ? ടെറസിൽ നിന്ന് താഴോട്ട്. ഇതെല്ലാം ഓർക്കിഡാണ്. ഈ സൈഡിലും ഉണ്ട്. ഇത് ഇവിടെയും ഉണ്ട് ഓർക്കിഡ്സ്. കണ്ടോ? പിന്നെ ഇവിടെ മുഴുവൻ വാഴയാണ്. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ 50 സെൻറ്റ് വാഴയാണ്. ഏത്തൻ, എല്ലായിടവും ഏത്തനും വിളഞ്ഞില്ല. ഏത്തന്, ചുമന്ന വാഴ എല്ലാം ഉണ്ട്. ഇവിടെ മുഴുവൻ ഏത്തനാണ്. ഏത്തനും പച്ചച്ചിങ്ങനും പിന്നെ പൂവമ്പഴവും എല്ലാം ഉണ്ട്. പിന്നെ ഇതെൻ്റെ മഞ്ഞൾ, ഇത് ഇഞ്ചി, ഇത് മീൻകുളം. 19 തിലോപ്പിയ മീൻ ഇതിനകത്തുണ്ട്. മക്കൾ വരുമ്പം കറി വയ്ക്കും, പൊരിക്കും, സ്റ്റൂ ഒക്കെ ചെയ്യും. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇതാണ്ട കുരുമുളക്. വീട്ടിൽ മുഴുവനുണ്ട്. കുരുമുളക്, പാക്ക് എല്ലാം ഉണ്ട്. ചേമ്പ്, ചേന, കാച്ചിൽ. ഇതുണ്ട, ഇവിടെ എല്ലാം കുരുമുളകുണ്ട്. ഇത് പാക്ക്, ഇഷ്ടംപോലെ പാക്കുണ്ട്, കുരുമുളകുണ്ട്. ഇവിടെ എല്ലാം ചുമന്ന വാഴയാണ്. വേണ്ട, എല്ലാം വലുതായി. ഇത് കമ്പോസ്റ്റ് പിറ്റാണ്. നമ്മുടെ എല്ലാം പിന്നെ റെഡിയാക്കി എടുത്ത് കമ്പോസ്റ്റ് വളമാക്കും. ഇവിടെ എല്ലാം വാഴയാണ്. കണ്ടോ? ഇത് പൂക്കൾ.
ഇതും കമ്പോസ്റ്റ്, ഇതൊരു കമ്പോസ്റ്റ് പിറ്റാണ്. കണ്ടോ, നിറച്ച് കമ്പോസ്റ്റ് വളമാക്കി ചെടിച്ചട്ടികളിൽ മണ്ണില്ല കൃഷി ചെയ്യാനായിട്ട് ഒരുക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതെൻ്റെ വഴുതന കൃഷി. വഴുതന കണ്ടോ, പൂവിട്ടു. അതിൻ്റെ കൂടെ എൻ്റെ മേളിലുള്ള ഫ്ലവേഴ്സ്, ഓർക്കിഡ്സ്. ഇത് ആന്തൂറിയം. അതിൻ്റെ ഇടെ നമുക്ക് ലവ് ബേർഡ്സ്. രണ്ട് തരം ലവ് ബേർഡ്സ് ഉണ്ട്. വേണ്ട, പിന്നെ മുകളിലോട്ട് പോയാൽ കോഴികളുടെ സെക്ഷൻ. ഞാൻ ഓർക്കിഡ് അകത്തോട്ട് കയറുന്നില്ല. അകത്തോട്ട് കയറിയാൽ അത് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഉണ്ടോ, പൂക്കളൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഇതെൻ്റെ കോഴികൾ, കോഴി ഫാം. കണ്ടോ, കരിങ്കോഴികളായെല്ലാം. ഇവിടെ നാടൻ കോഴികളുണ്ട്, പിടയും പൂവനും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കരിങ്കോഴികളാണ്, ഡെയിലി മുട്ടയിടുന്ന കോഴികൾ. ഇത് നമ്മുടെ കാടക്കോഴിയുണ്ട്. അത് വൈറ്റ് കളറ്, ഇത് ബ്രൗൺ കളറ്. ഇനി വാ മക്കളെ, അവിടെ ഇരിക്കുവാണോ? ഇതും നമ്മുടെ നാടൻ കോഴികളാണ്. നാടൻ മുട്ടയിടാനൊക്കെ തുടങ്ങി. ഇതാണ്ട, ഇത് ഹൈടെക്ക് കൂടായതുകൊണ്ട് മുട്ട താണ്ട താഴെ വന്ന് കിടക്കുന്നതുണ്ട്. നമുക്ക് ഏത് സമയത്തും വന്ന് എടുത്താൽ മതി. പിന്നെ ഇവിടെ നിപ്പിൾ ഡ്രിങ്കറുണ്ട്. അതുകൊണ്ട് വെള്ളം ഇതിലെ ഇത് കണ്ടോ, വെള്ളം ഇതിലെ ഇറ്റിറ്റ് വീഴും. അവർക്ക് തന്നെത്താൻ കുടിക്കാൻ ഈ ബക്കറ്റിൽ നമ്മൾ ഡെയിലി മാറ്റും. പിന്നെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ദിവസവും തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ പേടിച്ചാൽ എന്തോ ചെയ്യും മക്കളെ. ഓ ഓ ഓ പിന്നെ ഇതിൻ്റെ കാഷ്ടം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അറക്കപ്പൊടി ഇടും താഴെ. എന്നിട്ട് അതിൻ്റെ കാഷ്ടം താഴെ വീഴും. ഓരോ ആഴ്ച നമ്മളതിനെ മാറ്റി ചാക്കി കെട്ടി വയ്ക്കും. എന്നിട്ട് 3 ദിവസം കഴിയുമ്പം അതിനെ തിരിച്ച് ഇതിന് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിന് പുഴുക്കൾ, അതിനകത്ത് പുഴു കാണും. അപ്പോൾ ആ പുഴുവിനെ ഇതുങ്ങൾ തിന്നും. ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മൾ അതിനെ കെട്ടി ഒരു 3 ആഴ്ച വെച്ച് കഴിയുമ്പം ദാറ്റ് ഈസ് റെഡി ഫോർ മാനുവറിങ്. അപ്പം അതിനെയൊക്കെ മാനുവറാക്കും, നമ്മൾ ചെടിക്കിട്ട് കൊടുക്കും. ഇതെൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡ് തൂക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ ആന്തൂറിയം ഞാനിതുപോലെ ചെടിയിൽ മേളിലിങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങേയറ്റം വരെ ഉണ്ട്. അതപ്പം നല്ല ഭംഗിയാണ്. കണ്ടോ, ഇവിടെ അതിന് കറക്റ്റായിട്ട് വെയിൽ കിട്ടുന്നത് കൊണ്ട് അത് നന്നായിട്ട് വളർന്നു വന്നു. അവിടെ നമ്മൾ സാധാരണ ആരും കെയർ ചെയ്യാത്തൊരു പൂവാണത്. അതിനെ നമ്മൾ ഇതുപോലെ ടെറസിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അത് താഴോട്ട് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. സാധാ ഒരു ചെടിയാണത്. പിന്നെ ഇത് ആന്തൂറിയം. കണ്ടോ, ആന്തൂറിയം എത്ര ഭംഗിയായിട്ട് താഴെ നിന്നപ്പോൾ അത് ഒരു പൂക്കളും ഇല്ലായിരുന്നു. ഇപ്പം നിറച്ച് പൂക്കളായിട്ട് അവിടെ എല്ലാം പൂക്കളായിട്ട് നിൽപ്പുണ്ട്. അത് കാണുമ്പോൾ തന്നെ പുറത്തുനിന്ന് വരുന്നവർക്കും സന്തോഷം, നമ്മൾക്കും സന്തോഷം. കണ്ടോ, ഒത്തിരി ആന്തൂറിയം പൂക്കൾ. അത് വലിയതായിട്ട് നല്ല ലൈറ്റും വെള്ളവും കിട്ടാൻ തുടങ്ങിയപ്പോൾ അത് നന്നായിട്ട് വലുതാകാൻ തുടങ്ങി. ഇത് കണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലേസ്മെൻറ്റും
വാട്ടറിങ്ങും എയർ സപ്ലൈയും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് വളരും. അത് മാത്രമല്ല ദാണ്ട ഇത് നമ്മൾ ഈ കോഴിയുടെ കാഷ്ടം സമ്പുഷ്ടീകരിക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണത്. നമ്മൾ ട്രൈക്കോഡെർമയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ അറക്കപ്പൊടിയും ഈ വളവും കൂടെ ഒന്നിച്ച്, കുറച്ച് മണ്ണും ഉണ്ട് കേട്ടോ, എന്നിട്ട് അതിനെ സമ്പുഷ്ടീകരിച്ച് പിന്നെ നമ്മുടെ വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും. കണ്ടില്ലേ അതിൻ്റെ ഇത് റെഡി ടു പിന്നെ വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൽ മണ്ണിരയുടെ പിന്നെ പ്രസൻസ് ഉണ്ട്. അത് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്ന, വെറുതെ നമ്മൾ ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം ശരിയാവത്തില്ല. പിന്നെ അതുപോലെ തന്നെ ദാണ്ട കണ്ടില്ലേ എത്ര ഭംഗിയാണ് ഫ്രണ്ട് വ്യൂ. വീട്ടിലോട്ട് ആരെങ്കിലും കയറി വരുമ്പോൾ ഉള്ള വ്യൂ ആണിത്. പിന്നെ ഇത് വെറുതെ നിന്ന് ആന്തൂറിയം ഒരു 4-5 വർഷമായിട്ട് പൂവിടാതെ അതിൻ്റെ ശരിക്കുള്ള പ്ലേസ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് നന്നായി വളരാതിരുന്നതാണ്. ഇപ്പം ഞാനതിനെ രാവിലത്തെ വെയിൽ കിട്ടുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വളരാൻ തുടങ്ങി. കണ്ടില്ലേ ഓരോ തരത്തിലും നമ്മൾ അതിനെ കെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടത് കിട്ടണം, എന്നാലേ അത് വളരത്തുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. എന്നെ കമൻസ് വിടണം. കമൻസ് മീൻസ് നമ്മൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാലല്ലേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. പിന്നെ ഈ സൈഡിലൊരു ഇച്ചിരി കൂടെ കാണിക്കാനുണ്ടായിരുന്നു. പയറും പാവലും ഒക്കെ നട്ടുപിടിപ്പിച്ചത് ഇത് കണ്ടില്ലേ. നമ്മുടെ പിന്നെ ചെണ്ടുമല്ലിയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ പയറും പാവലും ഒക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. കാ പിടിച്ച് തുടങ്ങിയിട്ടില്ല. കണ്ടോ പാവലൊക്കെ നിൽക്കുന്നത് കണ്ടോ, അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ തക്കാളി നിൽപ്പുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.